UP സ്കൂൾ ടീച്ചർ സിലബസിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് നിന്നും കേരള ദേശീയ പ്രസ്ഥാനം, അതിൽ നിന്ന് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഇതാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ഭാഗത്തു നിന്നും മലയാളി മെമ്മോറിയൽ. ഫസ്റ്റ് വൺ, മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് 1891 ജനുവരി 1. ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ. ഇത് സമർപ്പിച്ചത് 1891 ജനുവരി 1. ആരുടെ നേതൃത്വത്തിലാണ് ഇത് സമർപ്പിച്ചത്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. ഇതിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ T. രാമറാവുവാണ് ആദ്യം ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ചോദിക്കാറുണ്ട്, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T. രാമറാവു. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻ പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എർച്ച്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി. അപ്പോൾ എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഇത് സമർപ്പിച്ചത് 1891 ജനുവരി 1. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ. ഇനി അടുത്തത് ഈഴവ മെമ്മോറിയൽ. ഇത് സമർപ്പിക്കുമ്പോൾ ദിവാൻ ശങ്കര സുബ്ബയ്യാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ T. രാമറാവുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബ്ബയ്യാണ് ദിവാൻ. ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 1. 13,176 പേരാണ് ഇതിൽ ഒപ്പിട്ടത്. ഇപ്പോൾ മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 സമർപ്പിച്ചു. അതിൽ 10,028 പേരാണ് ഒപ്പിട്ടത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 1. ഇതിൽ ഒപ്പിട്ടത് 13,176 പേരാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈ സമയത്തെ ദിവാൻ ശങ്കര സുബ്ബയ്യാണ്. അപ്പോൾ ഈ രണ്ട് മെമ്മോറിയലും, മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതും ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. അപ്പോൾ രണ്ട് മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാണ്?
ശ്രീമൂലം തിരുനാളിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നാണ്. അത് 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. നായർ ഈഴവ വിപ്ലവം നടന്നത് 1905-ലാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിന് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ചു. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 1 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ആർക്ക് സമർപ്പിച്ചു? ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. പക്ഷേ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? അത് കഴ്സൺ പ്രഭുവിനാണ്. അടുത്തത് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. 1891 ജൂൺ 3 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ. UP സ്കൂൾ സിലബസിലെ കേരള ദേശീയ പ്രസ്ഥാനം എന്ന ഭാഗത്ത് നിന്നും 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മലയാളി